ഹായ്, അസ്സാം വലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. നല്ല ക്രീമി ആയിട്ടാണ് ഉള്ളത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് അതിനാവശ്യമായിട്ട് ഫസ്റ്റ് ടൈം പൈനാപ്പിളാണ് വേണ്ടത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് പൈനാപ്പിളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര സിറപ്പിൽ നിന്ന് കിടന്ന് വേണം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് പൈനാപ്പിളിൻ്റെ സത്തൊക്കെ അതിലിറങ്ങി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് അതിൻ്റെ പൈനാപ്പിളിൻ്റെ ആ വെള്ളം സിറപ്പ് ഞാനൊന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഒരു 4-5 സ്പൂൺ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള വെള്ളത്തിൽ കിടന്ന് നല്ലോണം വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായി വേണ്ടത് പാലാണ്. ഞാനൊരു 1/4 കപ്പോളം ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. തണുത്തതിന് ശേഷമാണ് എടുക്കുന്നത്. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൈനാപ്പിളിൻ്റെ സിറപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി വേറെ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ എയറോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പുഡിങ്ങിൻ്റെ ട്രേയിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല, അതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ മധുരമില്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നേരത്തെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല. വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല. ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പകുതി പോർഷൻ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാം യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പൈനാപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വിപ്പിംഗ് ക്രീമിൽ തന്നെ പൈനാപ്പിൾ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ടും ബിസ്ക്കറ്റ് തന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ക്രീം തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ലെയറാണ് വേണ്ടെങ്കിൽ 1 ലെയർ മാത്രം ബിസ്ക്കറ്റ് വെച്ച് കൊടുത്താൽ മതിയാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആ പൈനാപ്പിളിൻ്റെ പീസും കൂടി നിരത്തി കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം.
ഒരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ വേണം. ഞാനിവിടെ 2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. നന്നായി കൈവിടാതെ തന്നെ ഇളക്കിയെടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നല്ല രീതിയിലൊന്ന് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച കുറച്ച് പൈനാപ്പിളിൻ്റെ സിറപ്പ് ബാക്കിയുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അന്നേരം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മിൽക്കിന് കിട്ടുക. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. നമ്മൾ ഫസ്റ്റ് ടൈം എടുത്ത് വെക്കുമ്പോൾ തന്നെ കുറച്ചധികം എടുത്ത് വെക്കണം. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുറുകി നല്ല സെറ്റായി വരും. നല്ല തിക്കായിട്ട് കുറുക്കണ്ട, നമുക്ക് എടുക്കാൻ പാകത്തിന് മാത്രം കുറുക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തത്. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചൂട് ഫുള്ളായിട്ട് പോകണ്ട, കുറച്ച് ചൂട് ആറിയതിന് ശേഷം ഞാനിതിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മിൽക്കിന്. നമുക്ക് ഇത് മാത്രം വെച്ചിട്ടും പുഡിങ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊരു 10 മിനിറ്റോളം സെറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സായിട്ട് ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ, പിസ്ത അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറിലെല്ലാം ഈ ബദാം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോക്കനട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി. ഞാൻ കോക്കനട്ട് സൈഡിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറിന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ ചേരുവകളൊന്നും വേണ്ട. ഞാനിവിടെ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ് തന്നെയാണ്.
പുഡിങ് ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ബിസ്ക്കറ്റും ക്രീമും പാലും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ് തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.